നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ പുതിയ നിരവധി കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. 2014 മുതൽ 100-ലധികം പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങളും 60-ലധികം പുതിയ നവോദയ വിദ്യാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലകളിലെ കുട്ടികൾക്കായി അവരുടെ വിദ്യാഭ്യാസത്തിനായി അവരുടെ ഉന്നമനത്തിനായി ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി ഏകലവ്യ മോഡൽ സ്കൂളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി. ഈ പദ്ധതി പ്രകാരം രാജ്യത്തെ 14,500-ൽ പരം സ്കൂളുകളെ മാതൃകാ സ്കൂളുകളാക്കി ഉയർത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പാർലമെന്റിൽ ഔദ്യോഗികമായി അറിയിച്ച പുതിയ കണക്കുകൾ പ്രകാരം ഇതുവരെ 13,092 സ്കൂളുകൾ ഈ പദ്ധതിക്ക് കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വികസിപ്പിച്ചു വരികയാണ്. സ്മാർട്ട് ക്ലാസുകൾ, ആധുനിക ലാബുകൾ, സ്പോർട്സ് സൗകര്യങ്ങൾ, പുതിയ ലൈബ്രറികൾ ഇതെല്ലാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് ആകെ 7 എയിംസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദി സർക്കാർ പുതിയതായി 15-ലധികം എയിംസ് സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി. രാജ്യത്ത് ആകെ എയിംസ് 23 ഉയർത്തി. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് പുതിയ 9 IIM-കൾ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 2014 മുമ്പ് രാജ്യത്ത് 13 IIM-കളാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 22 ഉയർന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് 16 IIT-കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 7 കൂടി ആ കൂട്ടത്തിൽ ചേർത്തു. ആകെ മൊത്തം 23 IIT-കൾ സ്ഥാപിക്കപ്പെട്ടു. ഓർക്കുക, 12 വർഷം കൊണ്ട് 7 നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ രാജ്യത്ത് 650-ലധികം പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടു. 14,000-ലധികം പുതിയ കോളേജുകൾ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു. പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം. ഈ പാട്ട് പാടുന്നവർ ഉറപ്പായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട്. RSSന്റെ വിദ്യാഭ്യാസ വിഭാഗമാണ് വിദ്യാഭാരതി. ഇതിന്റെ കീഴിൽ 15,000-ലധികം സ്കൂളുകൾ ഇന്ന് നിലവിലുണ്ട്.